ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മറ്റൊരു ഈസി ആയിട്ടുള്ള അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ജ്യൂസിൽ പാലോ അതുപോലെ പഞ്ചസാരയോ ചേർത്തിട്ടില്ല. അപ്പോൾ ജ്യൂസൊക്കെ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് കുടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണിത്. ഇതിൽ പാലും പഞ്ചസാരയും ചേർത്തിട്ടില്ല എന്ന് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് പഴുത്ത ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാനിത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച നേന്ത്രപ്പഴത്തിൻ്റെ കഷ്ണങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിലേക്ക് പാലിന് പകരമായിട്ട് ഞാനിപ്പോൾ ചേർക്കുന്നത് 1 കപ്പ് ചിരകിയ തേങ്ങയാണ്. അപ്പോൾ ഇതുപോലെ ചിരകിയ തേങ്ങ 1 കപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കുറച്ച് ഈന്തപ്പഴമാണ്. അപ്പോൾ ഈന്തപ്പഴം നന്നായിട്ട് കുരു കളഞ്ഞ് അതിൻ്റെ പുറമേയുള്ള തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈന്തപ്പഴം കുറച്ച് അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് 2 കപ്പ് തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈന്തപ്പഴമൊക്കെ നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തേങ്ങ ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് അരിച്ചെടുത്താൽ മാത്രമേ സെർവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു അരിപ്പയിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണിത്. ഇനി ഞാനിതിലേക്ക് കുറച്ചൊരു പിഞ്ച് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് പോലെ തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തന്നെ തോന്നി. നമുക്കിത് സെർവ് ചെയ്യാനുള്ള ഗ്ലാസ്സൊക്കെ ഇപ്പോൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനതിലേക്ക് ജ്യൂസ് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണിത്. നമ്മളിതിൽ പാലോ പഞ്ചസാരയോ ചേർത്തിട്ടില്ല എന്ന് വെച്ചിട്ട് ഒരു രുചി വ്യത്യാസവും ഇല്ല. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്കിത് കുടിക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത ബദാമും അതുപോലെ തന്നെ കുറച്ച് റേസിൻസൊക്കെ വെച്ചിട്ടാണ് ഇത് ഗാർണിഷ് ചെയ്തെടുക്കുന്നത്. ഗാർണിഷിംഗ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇഷ്ടമുള്ളതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. വളരെ ഹെൽത്തി ആയിട്ട് ജ്യൂസൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു ഈസി റെസിപ്പിയുമായിട്ട് വരുന്നതാണ്. താങ്ക് യു.